താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഒരു കാര്യം നമ്മൾ ചെയ്യുവാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചിന്ത, അല്ല ചോദ്യം തന്നെ, നമ്മോട് ചോദിക്കുന്ന, നമുക്കറിയുന്നവരോട് ചോദിക്കുന്ന ചോദ്യം എന്താ? ഞാൻ ചെയ്യുവാൻ പോകുന്ന കാര്യം സക്സസ് ആകുമോ, വിജയിക്കുമോ? ഇനി അതിന് ശരിയായൊരു ഉത്തരം കിട്ടിയിരുന്നേൽ, ഈ ചോദിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് ശരിയായൊരു ഉത്തരം വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും എന്നൊരു ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ 90% പരാജയപ്പെടുന്ന കാര്യങ്ങളും ഉണ്ടാകത്തില്ല. എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിച്ചേനെ. എന്നാൽ അങ്ങനെയാണോ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, മക്കളെ? നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചെയ്തതിൽ 90% അല്ല 100% പരാജയപ്പെട്ടു. എന്ത് ചെയ്താലും ഗതി പിടിക്കുന്നില്ല, ഒന്നിൽ നിന്നും ഒരു റിസൾട്ടും ഉണ്ടാകുന്നില്ല. നഷ്ടം, ആരോഗ്യനഷ്ടം, സമയനഷ്ടം. അയ്യോ, അല്ലേ? ഇത് ലോകപ്രകാരം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇനി പ്രാർത്ഥിക്കുന്ന ഭക്തനെ സംബന്ധിച്ച് ഇതേ ചോദ്യം ഉണ്ടാകാറുണ്ട്, ഇല്ലേ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയാണ് ഈ മെസ്സേജിനൊപ്പം എന്നെ കേൾക്കുന്ന പലരും ആയിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമോ? അല്ലെങ്കിൽ എൻ്റെ ഈ പ്രാർത്ഥന സക്സസ് ആകുമോ? വിടുതലോടെ എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയുമോ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുവാൻ കഴിയും ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ ഇല്ലയോ? ഇത് ലോകപ്രകാരം നമ്മളൊരു കാര്യം ചെയ്യുന്നു, അത് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് പോലെ പാടല്ല. ഇത് എളുപ്പമുള്ള കാര്യമാണ്. നമ്മുടെ എക്സ്പീരിയൻസും വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയാൽ ഉത്തരം ലളിതമാണ്. എങ്ങനെ? അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ? ഇപ്പോൾ പ്രൈസർ ഫാമിലിയുടെ ഉപവാസ പ്രാർത്ഥന നടക്കുക, സ്പോൺസർ പ്രയർ. അത് നമുക്കൊപ്പം ഉള്ളവർക്കെല്ലാം അറിയാം. ജൂൺ മാസം 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ 10 ദിവസം. നോക്കൂ, ആ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുമ്പോൾ, ആ പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് ആ ലക്ഷ്യം? ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ വിടുതൽ തന്നെ. പലരും പല നിലകളിൽ ബാധിക്കപ്പെട്ടവരായി പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നു. അവർ വിടുവിക്കപ്പെടണം. കഴിഞ്ഞ ഓരോ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും സംഭവിച്ച അത്ഭുതം ഇപ്രാവശ്യവും സംഭവിക്കണം. അപ്പോൾ ഇപ്രാവശ്യവും ആ അത്ഭുതങ്ങൾ ആവർത്തിക്കുമെന്ന്, അല്ലെങ്കിൽ അതിലുപരിയായി വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ? ഉപവാസത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ കടുത്ത പനി, ജലദോഷം, മൂക്കടപ്പ്, തലവേദന എന്ന് വേണ്ട, ഒന്ന് സ്വസ്ഥമായ ഒരിടത്ത് ഇരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. പ്രാർത്ഥന തുടങ്ങുന്നു, പ്രതികൂലം ഉയരുന്നു, പ്രതിസന്ധി വർദ്ധിക്കുന്നു. പ്രാർത്ഥനയിലേക്ക് കയറുവാൻ കഴിയാത്ത വിധത്തിൽ, ഉപവാസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ. നോക്കൂ, നിങ്ങൾക്കറിയാം, പനി കൂടുതലാണെങ്കിൽ, അത് മുഖാന്തരമുള്ള അസ്വസ്ഥത കൂടുതലാണെങ്കിൽ നമുക്ക് പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം മെഡിസിൻ എടുക്കണം, ആൻറ്റിബയോട്ടിക് കഴിക്കണം, പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ പ്രാർത്ഥനയിൽ മറുപടി ഉള്ളതുകൊണ്ട് ഈ ഉപവാസം സക്സസ് ആയി തീരും. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ മധ്യത്തിൽ സംഭവിക്കുമെന്ന് ആർക്കറിയാം? എനിക്കറിയാം, ഒപ്പം പിശാചിനും അറിയാം. ഇപ്പോൾ നിങ്ങൾ അത് അറിയുവാൻ പോകുക. അതെ, നിങ്ങൾ കാത്തിരിക്കുന്ന ആ വിടുതൽ ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. അത് തിരിച്ചറിയുന്ന പിശാച് ആ ഉപവാസം നടക്കാതിരിക്കുവാൻ തക്കവണ്ണം, ഉപവസിക്കാതിരിക്കുവാൻ തക്കവണ്ണം പ്രശ്നങ്ങൾ ഉയർത്തി അതിനെ തടസ്സപ്പെടുത്തുന്നു. ആ തടസ്സത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അതിജീവിക്കും. അതെ, ആ വിടുതൽ അനുഭവിക്കുന്നവരായി നിങ്ങൾ മാറും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ആ വിടുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക. ഈ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിച്ചു പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നു, ആ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. സഹോദര, സഹോദരി, നീ ആഗ്രഹിക്കുന്ന, നീ പ്രതീക്ഷിക്കുന്ന ആ വിടുതൽ സംഭവിക്കുവാൻ പോകുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ സ്വപ്നമായിരിക്കുന്ന ആ വിടുതൽ, തലമുറകളുടെ ജീവിതത്തിലുള്ള ആ വിടുതൽ, അത് സംഭവിക്കുവാൻ പോകുക. കുഞ്ഞുമക്കളെ, ആ പഠന മേഖലയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സംബന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ 10 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. യെസ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പ്രശ്നവുമുണ്ട്, എന്താണ് തെളിവ്? എന്താണ് നിങ്ങൾ ഈ പറഞ്ഞതിന് തെളിവ്? നോക്കൂ, ഞങ്ങൾ ആദ്യത്തെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എടുക്കുന്ന സമയം ഏകദേശം 6 വർഷത്തിന് മുമ്പ്, അന്ന് ഞങ്ങൾക്ക് ചർച്ചില്ല, ഞങ്ങൾ വിശ്വാസികളാണ്, കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾ പോകുന്ന ഞങ്ങളുടെ ചെറിയ ചർച്ചിൽ
അവിടുത്തെ പാസ്റ്ററായിരിക്കുന്ന വിജിയുടെ പപ്പയോടും അമ്മയോടും, എൻ്റെ ഭാര്യയുടെ പപ്പയോടും അമ്മയോടും ഈ വിഷയം പറയുന്നു. ഞങ്ങൾക്ക് 21 ദിവസം ഉപവസിക്കണം. അവർക്ക് ഉൾക്കൊള്ളുവാൻ പാടായിരുന്നു. കാരണം അതുവരെ ഞങ്ങൾ 7 ദിവസം പോലും ഉപവസിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം പോലെ ഞങ്ങൾ പറഞ്ഞു സമ്മതിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് നല്ലൊരു ഉപവാസമായിട്ട് നടത്തിക്കോ, നിങ്ങൾക്കത് ശക്തിയായിരിക്കും, കൂട്ടായ്മ നിങ്ങളെ ശക്തിപ്പെടുത്തും. അങ്ങനെ ഞങ്ങൾ അന്ന് വളരെ ബുദ്ധിമുട്ടി മുമ്പോട്ട് പോകുന്ന സമയമാണ്, വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ സമയം. ജോലിയൊക്കെ വിട്ട് കഴിഞ്ഞു. ചെറിയ ജോലികളുണ്ടെങ്കിലും അതുകൊണ്ട് വലിയ പാടാണ്. ആ സമയത്ത് ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി നോട്ടീസൊക്കെ അച്ചടിച്ച് ആ ഏരിയയിലുള്ള എല്ലാ ഭവനങ്ങളിലും കൊണ്ടുകൊടുത്തു. 2-3 ദിവസം തുടരെ അങ്ങനെ വീടുകളിൽ കയറുന്നു, പ്രാർത്ഥിക്കുന്നു, നോട്ടീസ് കൊടുക്കുന്നു. സന്തോഷം. ഒത്തിരി ദേവദാസന്മാരെയൊക്കെ വിളിച്ചു, നമ്മുടെ അവസ്ഥയൊക്കെ പറഞ്ഞു. അവരൊക്കെ സമ്മതിച്ചു, കൂടെ വരാം, നമ്മുടെ അല്പത്തിനൊപ്പം ചേർന്ന് നിൽക്കാമെന്ന് അവർ സമ്മതിച്ചു. അല്പമല്ല, അതിലപ്പുറം കൊടുക്കുവാൻ കർത്താവ് ശക്തരാക്കി. അത് വേറെ വശം. എന്നാൽ ഉപവാസത്തിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ നോട്ടീസൊക്കെ കൊടുത്ത് സഭയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിച്ച് തിരികെ വീട്ടിലെത്തുമ്പോൾ വീട്ടിനകത്തൊരു ഭയങ്കര സ്മെല്ലാണ്. അതായത് ഈ പ്ലാസ്റ്റിക്കൊക്കെ കത്തുമ്പോഴുള്ള സ്മെല്ല്, വലിയ സ്മെല്ല്. കുറച്ച് നേരം എടുത്തു ഇതെന്താണ് കാരണമെന്ന് മനസ്സിലാക്കുവാനായിട്ട്. ഒരു മിന്നലടിച്ചതാണ്. വീട്ടിനകത്ത് നശിച്ചു പോകാത്ത ഇലക്ട്രിക്കൽ സാധനങ്ങളൊന്നുമില്ല. ബൾബ്, ഫാന്, TV, വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും. ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരൊറ്റ സാധനം വീട്ടിനകത്തില്ല. ഇലക്ട്രിസിറ്റി വരുന്ന വയറിങ് മുഴുവനും കത്തിപ്പോയി. വലിയ പ്രതികൂലം. ഒന്ന് ചിന്തിച്ചു നോക്കി. ഉപവാസം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം മുതൽ ഉപവസിക്കുവാൻ പോകുന്നു. വീട്ടിനകത്ത് കറണ്ടില്ല. അപ്പോൾ വിളിച്ച് കാണിച്ചവരൊക്കെ പറഞ്ഞു, ഇത് കയ്യിൽ നിൽക്കത്തില്ല, വയറിങ് മുഴുവനും ഇളക്കി ഒന്നേന്ന് പണി ചെയ്യണം, പൈപ്പൊക്കെ ഡാമേജ് ആയിട്ടുണ്ടായിരിക്കാം, കത്തിപ്പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ റിനോവേഷൻ വന്നു. ടെൻഷനാണ്. എങ്കിലും അതവിടെ നിൽക്കട്ടെ. ആലയത്തിലിരുന്ന് തന്നെ ഉപവസിക്കാമെന്ന് തീരുമാനിക്കുന്നു. ആലയത്തിലിരുന്ന് ഉപവസിക്കുന്നു. പിശാചിൻ്റെ തന്ത്രം എന്താ? ഉപവസിക്കരുത്. ഈ വലിയ പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? കുഞ്ഞുണ്ട്, അപ്പോൾ കറണ്ടില്ലാത്ത വീട്ടിൽ താമസിക്കുവാൻ പാടാണ്. അതിൻ്റെ പിന്നാലെ പോകും. അതിൻ്റെ പിന്നാലെ പോകുവാൻ വേണ്ടി പിശാച് ഉപവാസത്തിനെ തകർക്കുവാൻ ഒരു പ്രശ്നവുമായി കടന്നു വന്നു. എന്നാൽ ഉപവാസത്തെ അല്ലെങ്കിൽ പ്രാർത്ഥനയെ അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയ്ക്കൊപ്പം കഷ്ടപ്പെട്ട് ഞങ്ങളായിരുന്നു. ഉപവാസത്തോടെ കഷ്ടപ്പെട്ട് ആലയത്തിൽ തന്നെ ഇരുന്നു. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഇപ്പം എക്സൈറ്റഡ് ആയി കാണും. ദേവദാസനെ ഉപവാസം കഴിഞ്ഞ ഉടനെ നമ്മൾ മിനിസ്ട്രിയിലേക്ക് കാൽ വെച്ചുവോ? ഒരു കാൽവെപ്പുമില്ലായിരുന്നു. ഉപവാസം കഴിഞ്ഞ് വന്നു. പിന്നെ കടമൊക്കെ വാങ്ങിച്ച് വയറിംഗ് എല്ലാം ഒന്നേന്ന് ചെയ്തു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പോയി. വിചാരിച്ച ഒന്നും നടന്നില്ല. പക്ഷെ ഞങ്ങൾ ആത്മീയമായിട്ട് ശക്തിപ്പെട്ടു കേട്ടോ. ഒന്ന്, അടുത്ത 21 ദിവസം, അടുത്ത ഏപ്രിൽ മാസം ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നു. 1 വർഷം കഴിയുന്നു. പള്ളിക്കകത്ത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആദ്യമായി പ്രൈസർ ഫാമിലിയിലേക്ക്, അതായത് നിങ്ങൾ ഇന്ന് ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു കോൾ വരുന്നത് കുവൈറ്റിൽ നിന്ന്. ആദ്യത്തെ ഞങ്ങളുടെ ഓൺലൈൻ വിശ്വാസി. 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരേണ്ട ഒരു വിശ്വാസി കടന്നു വരാതിരിക്കുവാൻ വേണ്ടി, അതിന്ന് 1000-ഓ 10,000-ഓ ഒക്കെ ആയി നിങ്ങൾ ഉൾപ്പെടെ, അത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ആ ഉപവാസത്തിനെ തടസ്സപ്പെടുത്തുവാൻ പിശാച് കടന്നു വന്നു. അന്ന് ഞങ്ങൾ പഠിച്ച പാഠമാണ്, പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ടെങ്കിൽ പ്രതികൂലമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ടെങ്കിൽ പിശാച് അടങ്ങിയിരിക്കത്തില്ല. അതേ സഹോദര സഹോദരി, പ്രശ്നമേറുന്നുവോ? പ്രാർത്ഥിക്കുന്തോറും, അയ്യോ ദേവദാസനെ, പ്രാർത്ഥിക്കുന്തോറും പ്രശ്നമേറുക, എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല, എത്രയായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച്, അല്ലേ സഹോദര? ആ ജോലി സ്ഥലത്ത് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. ഈ ജോലി സ്ഥലത്തുള്ള പ്രതികൂലം മാറും, ജോലി നഷ്ടപ്പെടത്തില്ല. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയേ. ദിവസങ്ങളിൽ മുട്ടുപടക്കുവാൻ തുടങ്ങി. എല്ലാവരും പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, എങ്കിലും പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ. പക്ഷേ പ്രശ്നമേറുകയാ. പ്രാർത്ഥന തുടങ്ങുന്ന മുമ്പ് ചുരുക്കം ചിലരായിരുന്നു ശത്രുക്കൾ. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ജോലി സ്ഥലത്തും ശത്രുക്കൾ, റൂമിനകത്തും ശത്രുക്കൾ, വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എന്തായി, പ്രശ്നമൊക്കെ സോൾവ് ആയോ? അപ്പോൾ മറുപടി എന്താ? പ്രാർത്ഥിക്കുകയല്ലേ, നീ ധൈര്യമായിട്ടിരിക്കും, ഒന്നും പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് പ്രവർത്തിക്കും. അവിടെ നിന്ന് പുളിച്ച തെറി പലപ്പോഴും അങ്ങനെയൊക്കെ കേൾക്കും. അവിടെ നിന്ന് അറിയത്തില്ലല്ലോ. അതും ഒരു വേദന അല്ലേ? ശത്രുക്കൾ ഏറുകയാണ്. പ്രാർത്ഥിക്കുന്നവരും ശത്രുക്കൾ ഏറുകയാണ്, പ്രതിസന്ധികൾ ഏറുകയാണ്. അയ്യോ
പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഇത് ഇങ്ങനെ മുമ്പോട്ട് ഇതിനേക്കാളും പ്രാർത്ഥനയൊക്കെ നിർത്തി. അതേ പിശാച് തിരിച്ചറിയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥനയിലൂടെ വിടുതലുണ്ട്. സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥനയിലൂടെ ആ ജോലി സ്ഥലത്ത് നീ ആഗ്രഹിക്കുന്ന വിടുതലുണ്ട്. നീ ആഗ്രഹിക്കുന്ന നിലയിൽ ആ വിടുതൽ നിന്നെ തേടി വരുവാൻ പോകുക. അതേ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ആമേൻ. ആ പ്രശ്നം, അയ്യോ ദൈവദാസനെ പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷം, ഉപവാസം എടുത്തതിന് ശേഷം പഴയതുപോലെയല്ല. അന്ന് മക്കളോടെങ്കിലും മിണ്ടുമായിരുന്നു, ഇപ്പം ഈ മക്കളോടും മിണ്ടുന്നില്ല, എന്നോടും മിണ്ടുന്നില്ല. അന്ന് മക്കളുടെ ആവശ്യത്തിനെങ്കിലും വല്ലതും ചെയ്യുമായിരുന്നു, ഇപ്പോൾ എൻ്റെ ആവശ്യത്തിനും ചെയ്യുന്നില്ല, മക്കളുടെ ആവശ്യത്തിനും ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കുന്നവർ പ്രശ്നം കൂടുക ദൈവദാസനെ. അയ്യോ എന്ത് ചെയ്യും ദൈവദാസനെ? അയ്യോ സഹോദരി, പേടിയല്ലേ? പ്രാർത്ഥിക്കുന്നവർ പ്രശ്നം കൂടുക. ഒരു ആശ്വാസത്തിൻ്റെതായ ഒരു വാക്കുകളും കേൾക്കാനില്ല. സാധ്യതയുടെ ഒരു വാതിലും തുറന്നത് കാണുവാനുമില്ല. വല്ലാത്തൊരവസ്ഥ. പ്രശ്നമേറുകയാ. തിരിച്ചറിയുക, പ്രശ്നമേറുന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന ശരിയായ വഴിക്കാണ്. അതിലൂടെ ഒരു വിടുതലുണ്ട്. നീ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുവാൻ പോകുക. നീ പ്രാർത്ഥിച്ച് നിന്റെ ഭർത്താവിനെ തിരികെ പ്രാപിക്കുവാൻ പോകുക. അത് തിരിച്ചറിയുന്ന പിശാച് പ്രാർത്ഥനയെ കലക്കി കളയുവാൻ, പ്രാർത്ഥനയെ തകർത്ത് കളയുവാൻ പ്രശ്നങ്ങളെ ഉയർത്തിവിടുക. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക സഹോദരി. അവളുടെ കയ്യിൽ നിന്ന് നീ തിരികെ പിടിക്കുവാൻ പോകുക. ആ കൂട്ടുകാരന്മാരുടെ കയ്യിൽ നിന്ന് നീ തിരികെ പിടിക്കുവാൻ പോകുക. ആ മ്ലേച്ഛതയുടെ മധ്യത്തിൽ നിന്ന് നീ തിരികെ പിടിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. അവൻ മധ്യത്തിനുള്ളവനല്ല, നിന്റെ ഭർത്താവ് തന്നെയാ. അവൻ ലോകപ്രകാരം ജീവിച്ച് നിന്റെ തലമുറകൾക്ക് അപമാനമായി തീരുവാനുള്ളവനല്ല, നിന്റെ കണ്ണുനീരായി തീരുവാനുള്ളവനല്ല. നിന്റെ ഭർത്താവ് നിനക്കൊപ്പം നിൽക്കുവാനുള്ളവനാ. അത് കർത്താവ് ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ പ്രാർത്ഥനയെ തകർക്കുവാൻ, നിന്നെ ഇട്ടിട്ട് ഓടിക്കുവാൻ, പ്രാർത്ഥന മതിയാക്കി ഓടിക്കുവാൻ തക്കവണ്ണം പിശാച് പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുക. പർവ്വതീകരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, അതേ മുൻപിൽ വിടുതലുണ്ട്. ആ വിടുതൽ നീ അനുഭവിക്കുവാൻ പോകുക. സഹോദര കേൾക്ക്, മുൻപിൽ വിടുതലുണ്ട്. അതേ നീ കാത്തിരിക്കുന്ന വിടുതൽ മുൻപിലുണ്ട്. നിന്റെ ഭാര്യ മടങ്ങി വരുവാൻ പോകുക. ഓഹോ സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിന്റെ ഭാര്യ നിനക്കൊപ്പം സന്തോഷമായി നിന്റെ ഭവനത്തിനകത്ത് ജീവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അവൾ വിളിക്കുവാൻ പോകുക. ആമേൻ ആമേൻ. ആ ഫോൺ കോൾ അത് തിരിച്ചറിയുന്ന ശത്രു ഭയപ്പെടുന്നുണ്ട്. പിന്നെയും നീ സന്തോഷമായി ജീവിക്കും? ഇല്ല, അതിന് അവസരം കൊടുക്കത്തില്ല. പിശാച് പറയുക, അതിന് അവസരം കൊടുക്കത്തില്ല. നീ പ്രാർത്ഥിച്ച് നിന്റെ ഭാര്യയെ നേടുവാൻ അവസരം കൊടുക്കത്തില്ല. പല നിലകളിൽ പ്രശ്നങ്ങളെ ഏറ്റുവിടുക. അവൻ ഉപവസിച്ചാൽ അവൻ്റെ ശുശ്രൂഷ ഉണ്ടാകും, അവനിലുള്ള ശുശ്രൂഷ പുറത്തു വരും. ഞങ്ങളെ കണ്ട് പിശാച് പറഞ്ഞതാ. അതുകൊണ്ട് എന്താ, ഒരു മിന്നൽ വന്ന് വീഴുന്നു, അകത്തുള്ള ഇലക്ട്രിക്കൽ സാധനങ്ങളെല്ലാം കത്തിപ്പോകുന്നു. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സാധാരണ വീട്ടുടയവനുണ്ടാകുന്ന എല്ലാ ടെൻഷനും, അയ്യോ പേടിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ തളർന്നു പോകുമെന്ന് പിശാച് കരുതി. പക്ഷെ തളർന്നില്ല. ഫലമോ നിങ്ങൾക്കൊപ്പമായിരിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തി. ആ വിടുതൽ ആ ഉപവാസത്തിലൂടെ ഞങ്ങൾ നേടി. അതേ മാതാവേ, അതേ പിതാവേ, കേൾക്ക്. ഈ പ്രശ്നം കണ്ട് നീ ഓടിപ്പോകരുതേ, ഈ പ്രശ്നം കണ്ട് നീ തളർന്നു പോകരുതേ. പിശാച് കണ്ട് ഭയപ്പെടുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനയുടെ ഫലം, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വിടുതലായി നിന്റെ തലമുറകളുടെ മേൽ വന്ന് വീഴുവാൻ പോകുന്നത് പിശാച് കണ്ട് ഭയപ്പെടുന്നുണ്ട്. അതേ ആ വിടുതൽ നിന്റെ തലമുറകൾ അനുഭവിക്കുവാൻ പോകുന്നത്, ആ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുന്നത് പിശാച് ഭയപ്പെടുക. നീ കാത്തിരുന്ന റിസൾട്ട്, ഓ സ്തോത്രം. അവനത് തടഞ്ഞു. നല്ല പഠിച്ചു, വെൽ പ്രിപ്പയർ ആയിട്ട് അവർ കടന്നുപോയി. പക്ഷേ ആ റിസൾട്ട് ഉണ്ടാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. പിശാച് ചിരിച്ചു, നീ കരഞ്ഞു. ആമേൻ. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. മാതാവേ, ഉപവാസമാണ് ജീവിതം തന്നെ ഉപവാസമാണല്ലോ അല്ലേ മാതാവേ? അത് നിർത്തിപ്പിക്കുവാനുള്ള പിശാചിൻ്റെ തന്ത്രമാണ്. ഇനി എന്തിന് ചോദ്യവുമായിട്ട് പിശാച് കടന്നു വരിക. ഇനി എന്തിന് ഇങ്ങനെ ഉപവസിച്ചതുകൊണ്ട് എന്ത് കാര്യമാണ്? അവനൊന്നും കോണം പിടിക്കത്തില്ല, അവനൊന്നും രക്ഷപ്പെടത്തില്ല, അവനൊന്നും റിസൾട്ട് ഉണ്ടാകത്തില്ല. ഇല്ല, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി റിസൾട്ടായി തലമുറകളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നീ ആഗ്രഹിക്കുന്ന, അവർ പ്രതീക്ഷിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെത്തുവാൻ തക്കവണ്ണം റിസൾട്ട് ഉണ്ടാകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന. ഓ താങ്ക് ഗോഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. മാതാവേ, അവരെത്തേണ്ട സ്ഥാനങ്ങളിൽ, നീ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തുവാൻ പോകുക. രാജ്യങ്ങളുടെ വാതിലുകൾ പ്രാർത്ഥനയുടെ ഫലമായി തുറന്നു വരിക. പലരിലൂടെയും ശ്രമിച്ച് തുറന്നു കിട്ടാത്ത ആ വാതിൽ അതേ പ്രാർത്ഥനയിലൂടെ തുറന്നു വരിക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അവർ പുറത്തു വരിക. ആ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ നിന്നും, മ്ലേച്ഛന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അവർ പുറത്തു വരിക. ആമേൻ ആമേൻ ആമേൻ. ഓ സ്തോത്രം. അവർ തിരികെ വരിക. നിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ട്, അവർ തിരികെ വരിക. മദ്യപാനികൾ എന്ന പേര് അവരെ വിട്ട് പോകുവാൻ പോകുക. ഓ ദൂതാ മാതാവേ,
നിൻ്റെ കണ്ണുനീരിൻ്റെ റിസൾട്ട്, നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി, മദ്യപാനികളെന്ന ലേബൽ നിൻ്റെ തലമുറകളെ വിട്ട് മാറിപ്പോകുവാൻ പോവുക. ദുർനടപ്പുകാരെന്ന ലേബൽ നിൻ്റെ തലമുറകളിൽ നിന്ന് മാറിപ്പോകുവാൻ പോവുക. ഒന്നിനും കൊള്ളാത്തവരെന്ന, ഒരു പ്രയോജനവുമില്ലാത്തവരെന്ന, ദേശത്തിന് ഭാരമെന്ന ആ ലേബൽ നിൻ്റെ തലമുറകളെ വിട്ട് മാറിപ്പോകുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് ഗോഡ്. ആമേൻ, 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 ആമേൻ. ആ ലേബൽ മാറുക. പ്രാർത്ഥിക്ക്. മതിയാക്കരുത്. അയ്യോ ദൈവദാസനെ പറ്റത്തില്ല. പ്രാർത്ഥിക്കും തോറും ആമേൻ. 4 കാലം വന്നുകൊണ്ടിരുന്നവരാ ഇപ്പം പലരും എടുത്തോണ്ടാ വീട്ടിനകത്ത് വയ്ക്കുന്നത്. അവ്യതത്തിൽ കുടിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കരുതേ. അത് പിശാചിൻ്റെ തന്ത്രമാ. പ്രാർത്ഥിച്ച് കാര്യമില്ല എന്ന് നിന്നെ ചിന്തിപ്പിച്ച് പ്രാർത്ഥനയെ നിർത്തിപ്പിക്കുവാനുള്ള തന്ത്രം. നീ പ്രാർത്ഥന നിർത്തരുതേ. നിൻ്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. തലമുറകൾ നടന്ന് ഭവനത്തിനകത്ത് വരുവാൻ പോകുക. സന്തോഷത്തോടെ അവരോട് സംസാരിച്ച് നിന്നോട് സ്നേഹത്തിൽ ഇടപഴകി നിനക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുവാൻ തക്കവണ്ണം നിൻ്റെ തലമുറകൾ, മാതാവേ പിതാവേ, വളരെ നാളുകളായി നീ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തിന് പ്രാർത്ഥനയുടെ മറുപടിയായ പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ തടസ്സം മാറിപ്പോകുവാൻ പോകുക. ഒത്തിരി വിവാഹങ്ങൾ മുടങ്ങി. നല്ല വിവാഹാലോചനകൾ വരുന്നത് പോലുമില്ല. വല്ലാത്ത ടെൻഷനാണ്. ദൈവദാസനെ എത്ര നാൾ ഇനിയും എത്ര പേരുടെ മുമ്പിൽ എൻ്റെ മകൾ ഒരുങ്ങിക്കെട്ടി നിൽക്കണം? അവൾ ചോദിക്കുന്നുണ്ട്. കയ്യിൽ ചിലതില്ലാത്തത് കൊണ്ട് വിവാഹം കഴിപ്പിച്ചയക്കുവാൻ, മക്കൾ ആഗ്രഹിക്കുന്ന ആ കോഴ്സിന് വിടുവാൻ കയ്യിൽ ചിലതില്ലാത്തത് കൊണ്ട് ഭാരപ്പെട്ടായിരിക്കുക. മാതാവേ, നിൻ്റെ മക്കളുടെ ആ കരയുന്ന മുഖം, വേദനിക്കുന്ന മുഖം കാണുവാൻ ഇടവരാത്ത വിധത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കെട്ടിച്ചയക്കുവാൻ വേണ്ടത് നിൻ്റെ കരങ്ങളിൽ ഉണ്ടാകുവാൻ പോകുക. അല്ലേ? ആ വസ്തു വിറ്റാൽ ഓക്കെയാ, ആ ലഭിക്കേണ്ട നന്മ ലഭിച്ചാൽ ഓക്കെയാ. അതെ, അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ കച്ചവടം നടക്കുക. താങ്ക് യു ലോർഡ്. ആ ലോണ് കിട്ടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. കണ്ണുനീരാ, കരയാത്ത ദിവസങ്ങളില്ല. സ്വന്തമായൊരു ഭവനം പല തവണ ഇറങ്ങി, കുറച്ചൊക്കെ റെഡിയാക്കി വെച്ച് പണി തുടങ്ങാൻ വേണ്ടി ഇറങ്ങും. പക്ഷേ അപ്പോൾ മറ്റൊരു കാര്യവുമായിട്ട് പിശാച് കടന്നു വരും. രോഗം, പണത്തെ ചിലവഴിച്ച് കളയുന്ന രോഗം, നീ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യുവാൻ കഴിയാതെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരുന്ന ആ രോഗാത്മാവ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോവുക. താങ്ക് ഗോഡ്. ഈ പ്രാർത്ഥനയും ഉപവാസവും ചില അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. സ്തോത്രം. നിന്റെ നന്മ തിന്നുന്ന, നിന്റെ സന്തോഷത്തെ തിന്നുകളയുന്ന, നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ട അനുഗ്രഹങ്ങളെ തിന്നുകളയുന്ന ചില അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. നീ സ്വന്തം ഭവനത്തിൽ വസിക്കുവാൻ പോകുക. ആ ഭവനത്തിൻ്റെ പണി ആരംഭിക്കുക. ആമേൻ. ഈ ദിവസങ്ങളിൽ ആ ഭവനത്തിൻ്റെ പണി ആരംഭിക്കുക. അതിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം ഇറങ്ങുമ്പോൾ പ്രശ്നമേറുന്നു. അതുകൊണ്ട് വാടക വീടായാലും മതി പറയരുതേ. അത് പിശാചിൻ്റെ തന്ത്രമാണ്. എത്ര ചികിത്സിച്ചാലും ഈ രോഗം മാറത്തില്ല. പ്രതീക്ഷയോടെ ഓരോ തവണയും ഡോക്ടറുടെ അടുക്കിലേക്ക് പോകും. ഉള്ളതെല്ലാം തീർന്നു തുടങ്ങി, കടം വാങ്ങി തുടങ്ങി, മറ്റുള്ളവർ സഹായിച്ചു, അവരും മടുത്തിരിക്കുന്നു. സഹതാപം കാണുവാൻ വയ്യ. വല്ലാത്ത അവസ്ഥയാണ്. പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. ഈ രോഗം മാറത്തില്ല. ഭാരപ്പെട്ടായിരിക്കുക. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ഇപ്പോൾ വെളിപ്പെട്ട് വരിക. പ്രാർത്ഥിക്ക്. രോഗിയായി ഭാരപ്പെടുന്ന സഹോദര സഹോദരി പ്രാർത്ഥിക്ക്. വിടുതൽ സംഭവിക്കുക. ആമേൻ. പ്രാർത്ഥിക്കും തോറും ഉയരുന്ന രോഗം, പ്രാർത്ഥിക്കും തോറും കൂടി എണ്ണത്തിൽ കൂടി വരുന്ന രോഗം, പ്രാർത്ഥിക്കും തോറും ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറി കയറേണ്ടി വരുന്നു. പ്രാർത്ഥിക്കും തോറും പല ഡോക്ടർമാരെ കാണേണ്ടി വരുന്നു. പ്രാർത്ഥിക്കും തോറും പല ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുന്നു. അയ്യോ, ഇതെന്തൊരു നരകം. പിശാച് പറയുക, നിന്നെ വിടുതൽ അനുഭവിക്കുവാൻ സമ്മതിക്കത്തില്ല. നീ പ്രാർത്ഥിച്ചാൽ മുൻപിൽ വിടുതലുണ്ട്. വിശ്വാസത്തോടെ മുൻപോട്ട് പോയാൽ മുൻപിൽ വിടുതലുണ്ട്. അത് തിരിച്ചറിയുന്ന പന്ന പിശാച് പറയുക, ഞാൻ ഭയപ്പെടുത്തി കാര്യം സാധിപ്പിക്കും. പ്രതികൂലങ്ങളെ ഉയർത്തി കാര്യം സാധിക്കുവാൻ വരുന്ന ആ പന്ന പിശാചിനെ എതിർത്ത് നിൽക്ക്. അവൻ വിട്ടോടിപ്പോകും. അതെ, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. അതേ, പ്രാർത്ഥിക്ക്. ആ രോഗാത്മാവ് നിന്നെ വിട്ട് ഓടിപ്പോകുവാൻ പോകുക. സൗഖ്യമാകാം. ആ കടമെന്ന പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ദേവദാസനെ. പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും കടം. കടം കൂടിക്കൊണ്ടിരിക്കുക, പലിശക്കടം കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സഹായിക്കാൻ ആരുമില്ല, കൂടെ നിൽക്കുവാൻ ആരുമില്ല. അയ്യോ ദേവദാസനെ എന്ത് ചെയ്യും?
എന്ത് ചെയ്യും ദൈവദാസനെ? അയ്യോ ടെൻഷനാ അല്ലേ, ഒരു വല്ലാത്ത ഇറിറ്റേഷനാ. എന്ത് ചെയ്യും? ഇനി പ്രാർത്ഥിച്ചതുകൊണ്ട് അർത്ഥമില്ല. പിശാച് വന്നിരുന്ന് പറയാം, ഇനി പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. ഈ പ്രാർത്ഥന ഉപവാസമൊക്കെ നിർത്തി വേറെ വല്ല വഴിയും നോക്കാം. വേറെ വല്ല വഴിയും എന്താ? ആത്മഹത്യ ചെയ്യുന്നതാണോ? അതോ മോഷ്ടിക്കുന്നതാണോ? അതോ നീ കാരണം ചാടി ഇറങ്ങിയിട്ട് നീയും കണ്ണുനീരിലായി, കടം കയറി മുടിഞ്ഞു, നിൻ്റെ കുടുംബത്തെയും പ്രശ്നത്തിലാക്കി, ഇനി മദ്യപിച്ച് നീ മാത്രം ബോധം നഷ്ടപ്പെട്ട് മുറിക്കകത്ത് കിടക്കാമെന്നാണോ? മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി നിന്നെ ചതിയനാക്കി മാറ്റുന്ന പിശാച്, അതെ, ആ പിശാച് നിന്നെ ചതിയനാക്കി മാറ്റുവാൻ അടുത്ത് വരിക ഇല്ല. പ്രാർത്ഥിക്കുക, വിടുതലുണ്ട്. ആ ബാധ്യതയിൽ നീ പുറത്തു വരുവാൻ പോകുക. നീ തുടങ്ങിയ ആ സ്ഥാപനം, അതെ, അത് സക്സസ് ആയി മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ കാര്യം സക്സസ് ആയി മാറുവാൻ പോകുക. ആ ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാകുവാൻ പോകുക. നഷ്ടത്തിന്റെ കണക്ക് പറയുന്നത് നിർത്തപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. അതേ, പ്രതിസന്ധി ഉയരുമ്പോൾ, പ്രാർത്ഥിക്കും തോറും പ്രശ്നം അധികരിക്കുമ്പോൾ തിരിച്ചറിയ്, ആമേൻ, വിടുതൽ മുൻപിലുണ്ട്. വിടുതൽ ഉള്ളത് കൊണ്ടാണ് പ്രശ്നം ഉയരുന്നത്. വിടുതൽ ഇല്ലെങ്കിൽ ആഹാ, സന്തോഷത്തോടെ സീരിയൽ കാണുന്ന ലാഘവത്തോടെ, സിനിമ കാണുന്ന ആ ലാഘവത്തോടെ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ലയോ? തിരിച്ചറിയ്, പിശാച് ഭയപ്പെടുന്ന എന്തോ നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. നിങ്ങളുടെ ഉപവാസത്തിൽ പിശാചിനെ ഭയപ്പെടുത്തുന്ന എന്തോ ഉണ്ട്. ആ ഭയം നിങ്ങളുടെ വിടുതലാണ്. പിശാചിൻ്റെ ഭയമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഏറിയ കഷ്ടത. അപ്പോൾ പിന്നെയും ചിലർക്ക് സംശയം വരും, ദൈവദാസനെ, ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു പോയാൽ മതിയോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രം മതിയോ? വചനം എന്ത് പറയുന്നു? വചനവും അത് തന്നെ പറയുന്നു. നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ താഴേക്കുള്ള വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും, ശാന്ത സുന്ദര സുരഭിലമായി മെല്ലെ കുഞ്ഞോളങ്ങളിൽ, കവിത വേണ്ട, അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഗലീല കടൽ, ഒരു കുഴപ്പമില്ല, നല്ല തെളിഞ്ഞ ആകാശം, കുളിർ കാറ്റ്, അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് 37-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. പെട്ടെന്ന്, ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാ. പെട്ടെന്ന് പടകിൽ തിര തള്ളിക്കയറുമാറായി. അതിന് തക്കവണ്ണം ചുഴലിക്കാറ്റ്. തിര തള്ളിക്കയറുവാനും പടകിനെ മുക്കുവാനും തക്കവണ്ണം ശക്തിയുള്ള ചുഴലിക്കാറ്റ്. പെട്ടെന്ന്, ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ അങ്ങ് പോയിക്കൊണ്ടിരുന്നതാ. പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഒരു വിശ്വാസമൊക്കെ വന്നു തുടങ്ങിയതാ. വിടുതലുണ്ട്, ദൈവം പ്രവർത്തിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷേ പെട്ടെന്ന് സകലവും തകിടം മറിഞ്ഞു. പെട്ടെന്നില്ലാത്ത പ്രശ്നങ്ങൾ എവിടെ കൂടെ. ഈ യാത്രയെ മീൻ പിടിക്കാനുള്ള യാത്രയായിട്ട് കാണാൻ വരട്ടെ, മീനും പിടിച്ചോ. ഈ യാത്ര ഒരു പ്രാർത്ഥനയാണ്. ആർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന? 5-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഗദരദേശത്തിൽ ഒരു ഭൂതഗ്രസ്തൻ, ഭൂതം ബാധിച്ചവനായി തന്നെത്താൻ ചതച്ച് വിലങ്ങുകളെ ഉരുമിപ്പൊട്ടിച്ച് ആർക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ വിവസ്ത്രനായി കല്ലറകളിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ. തുടർന്ന് താഴേക്ക് വീണ്ടും വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ചിന്തിച്ചാൽ അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭവനം. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു സൗഖ്യമായി അവനോട് പറഞ്ഞു, നീ പോയി നിന്റെ വീട്ടിലുള്ളവരോട് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത കരുണ പ്രസ്താവിക്കുക. 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ആ വിടുതൽ അവർ അനുഭവിക്കുവാനായി കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം യാത്ര ചെയ്യുന്നു. ഗലീല കടലിൽ പെട്ടെന്ന് ചുഴലിക്കാറ്റുണ്ടാകുന്നു, പടകിലേക്ക് തിര തള്ളിക്കയറുമാറാകുന്നു. പലരും, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രതീക്ഷിച്ചായിരിക്കുക ആ ഒരു വിടുതൽ കാത്തിരിക്കുക. പക്ഷേ പെട്ടെന്ന് ഒരു പനി, ജലദോഷം നിന്നെ ആശുപത്രിയിലാക്കും. പിശാച് പറഞ്ഞു, മുക്കും. മുക്കത്തേ ഉള്ളൂ, ചുമ്മാതാ. പിശാചിനെ നമ്മൾ എത്ര കണ്ടതാ. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു അവരുടെ യാത്ര പൂർത്തീകരണം വരുവാൻ തക്കവണ്ണം 39-ാമത്തെ വാക്യത്തിൽ ആ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങാ. ആ പ്രശ്നത്തെ അമർത്തി. തുടർന്ന് അവർ എത്തേണ്ട സ്ഥാനത്തെത്തി. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. ചില ഭൂതഗ്രസ്തന്മാരെ, നിന്റെ ഭർത്താവ് എന്ന ഭൂതഗ്രസ്തനെ, അവന് ഭൂതം ബാധിച്ചിരിക്കുക, അവൻ കാട്ടിക്കൂട്ടുന്നതും അവൻ ചെയ്യുന്നതും അവൻ ഇറങ്ങിപ്പോകുന്നതും എന്തിൻ്റെ കേടായെന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന വിധത്തിൽ ഭൂതം ബാധിച്ച നിന്റെ ഭർത്താവിനെ തിരികെ വരുത്തുക. നിന്റെ ഭവനത്തിലേക്ക് തിരികെ വരുത്തുക. താങ്ക് ഗോഡ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ഭാര്യയെ തിരികെ വരുത്തുക. ഭൂതം ബാധിച്ച
ഒന്നിന് കൊള്ളാതായി തീർന്ന ചിലത് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരിക. ആ നന്മകൾ, ഭൂതം ബാധിച്ച നന്മകൾ, നന്മയായി തീരാനുള്ളത്, അനുഗ്രഹമായി തീരാനുള്ളത് തൊഴിൽ മേഖല ഇന്ന് ദുഃഖവും ദുരിതവും കണ്ണുനീര് സമ്മാനിക്കുക, ഉപദ്രവിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നെ ആക്കുക. മീൻസ് ഭൂതം ബാധിച്ചിരിക്കുന്നു. ആ ഭൂതം ബാധിച്ച തൊഴിൽ മേഖലയെ യേശു സ്വതന്ത്രമാക്കുക. നിനക്ക് ദോഷമായി തീർന്ന, ഗുണമായി തീരേണ്ട, സന്തോഷമായി തീരേണ്ട ആ തൊഴിൽ മേഖല മേൽ വ്യാപരിച്ച ഭൂതത്തെ യേശു പുറത്താക്കുക. നിന്റെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ ദുരാത്മാവിനെ, ആ അശുദ്ധാത്മാവിനെ യേശു പുറത്താക്കി നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ തലമുറകളെ, നിന്റെ മകളെ മടക്കി അയക്കുവാൻ പോകുക. ആ ദുരാത്മാവ് അവളെ വിട്ടുപോവുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അവൾ മടങ്ങി വരിക, നിന്റെ തലമുറ മടങ്ങി വരിക. ആമേൻ. ദുരാത്മാവ് വിട്ടുപോയി തന്നെത്താൻ ചതയ്ക്കുന്ന, മദ്യപിച്ച് സ്വയം കൊല്ലുന്ന, മോശം കൂട്ടുകെട്ടുകളിലൂടെ സ്വയം നശിക്കുന്ന നിന്റെ തലമുറകളെ യേശു മടക്കി വരുത്തിയ. ഈ കാറ്റ് കണ്ടൊന്നും ഞങ്ങൾ പേടിക്കത്തില്ല. നിങ്ങൾ പേടിക്കരുതേ. ചിലത് നിങ്ങളിലൂടെ പുറത്തു വരുവാനുണ്ട്. പ്രാർത്ഥനയിലൂടെ കർത്താവിന് ചിലത് പ്രവർത്തിക്കുവാനുണ്ട്. അതുകൊണ്ട് പകുതി വഴിയിൽ നിങ്ങളെ ഓടിക്കുവാൻ കാറ്റാഞ്ഞു വീശുക. തിരമാല ഉയരുന്നതേ നിങ്ങൾ പകുതി വഴിയിൽ യാത്ര മതിയാക്കുവാൻ വേണ്ടി. അയ്യോ ഇന്നിന് വയ്യ, അയ്യോ ശിഷ്യന്മാർ പറഞ്ഞിരുന്നെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നിന് വയ്യ ഗുരുവേ, ശരിയാവത്തില്ല, കാറ്റ് വീശുന്നുണ്ട്, നമുക്ക് അടുത്തൊരു ദിവസം എന്ന് ശിഷ്യന്മാർ പറഞ്ഞിരുന്നുവെങ്കിലോ, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ അവിടെ കിടന്നേനെ. അവൻ്റെ ജീവിതം അവസാനിച്ചേരെ. എത്ര കാലം അവനത് തുടരുവാൻ കഴിയും? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. മാതാവേ, പിതാവേ, നിൻ്റെ പ്രാർത്ഥന തലമുറകളെ പുറത്തു കൊണ്ടുവരിക. നിൻ്റെ കുടുംബത്തിനകത്തേക്ക് അവരെ മടക്കി വരുത്തുക. സഹോദരി, നിൻ്റെ ഭർത്താവിനെ മടക്കി വരുത്തുക. ഓ സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ, കഷ്ടതയായി മാറിയ പലതിനും എൻ്റെ കർത്താവ് നിങ്ങൾക്ക് തിരികെ തരിക. പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ഓ താങ്ക് യു. എനിക്കറിയത്തില്ല, ഈ ഉപവാസ പ്രാർത്ഥന വലിയ സാക്ഷ്യമാണ്, വലിയ സാക്ഷ്യമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല. നോക്കി, മാർച്ച് 16-ാം തീയതി ചർച്ചിൻ്റെ പണി തുടങ്ങിയ അല്പമേ ഉള്ളൂ. 2 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിരുന്നത്. 60,000 രൂപ കയ്യിൽ വന്നു. പണി തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ചർച്ചിൻ്റെ മണ്ടയിൽ കയറി പിശാച് തള്ളി താഴെ ഇട്ടു. 3 പൊട്ടലുമായി അനന്തപുരി ആശുപത്രിയിലായി. സാക്ഷ്യം നിങ്ങൾ ഒത്തിരി തവണ കേട്ടു. ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വേണമെന്നുള്ളവർ മുൻപിലത്തെ മെസ്സേജുകളിലുണ്ട്, നോക്കി കണ്ടുപിടിച്ച് കേട്ട് അനുഗ്രഹം പ്രാപിക്കുക. ആ സാക്ഷ്യം നിങ്ങളെ മാറ്റും. എന്തിനാ പിശാച് തള്ളിയിട്ടെ? മാർച്ച് 16 തള്ളിയിട്ടു. പിശാചിനറിയാം ഏപ്രിൽ 10 വീണ്ടും 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുവാൻ പോകുന്നു. ഇവനെ ഉപവസിക്കുവാൻ അനുവദിക്കത്തില്ല. സ്തോത്രം. ഇവനെ ഉപവസിക്കുവാൻ അനുവദിക്കത്തില്ല. അതിനാ തള്ളി താഴെ ഇട്ടത്. പക്ഷെ കർത്താവ്, ഞാൻ ഉപവസിച്ചു. 2 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ട് 60,000 രൂപയും കയ്യിൽ വെച്ച് തുടങ്ങിയ പണി 5 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. അല്പം ബാധ്യതയുണ്ട്, എങ്കിലും ഏകദേശം ആൾമോസ്റ്റ് 90% പൂർത്തിയാക്കുവാൻ കർത്താവ് ബലം നൽകി. അതേന്നേ, അയ്യോ യേശുവേ, നിന്റെ പണിക്ക് വേണ്ടി വന്നതാണല്ലോ, അതുകൊണ്ട് നീ എന്നെ തള്ളിയിട്ടല്ലോ എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടിയില്ല. ജീവനുണ്ടെങ്കിൽ ഉപവസിക്കും, പ്രാർത്ഥിക്കും. അതെന്നെടുത്ത തീരുമാനമാണ്. എൻ്റെ ജീവനെ നൽകിയ കർത്താവിന് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ടാ പിശാച് കണ്ട് ഭയപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ വിടുതലായി ഞാൻ അനുഭവിച്ചത്. പിശാച് നിങ്ങളുടെ വിടുതൽ കണ്ട് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മടുത്തു പോകരുതേ. അപ്പോൾ എങ്ങനെ ആ യാത്ര പൂർത്തീകരിക്കുവാൻ കഴിയും? ശിഷ്യന്മാർ ഭയന്നുപോയി. 35 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരിക. നോക്കി, അവർ 38-ാമത്തെ വാക്യത്തിൽ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. യേശുവിനെ വിളിച്ചുണർത്തി. അവർ യേശുവിനെ വിളിച്ചുണർത്തി. ആ പ്രശ്നത്തിന് മധ്യത്തിൽ അവർ പടക് തിരികെ തുഴഞ്ഞില്ല, മറിച്ച് യേശുവിനെ വിളിച്ചുണർത്തി. അവർക്കറിയാം, യേശുവുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ശമനമുണ്ടാകും. യേശു ഈ പ്രതിസന്ധിയെ ശമിപ്പിക്കും. യേശു ഈ പ്രശ്നത്തെ ജയിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ പടകിനും നൽകും. എത്തേണ്ട സ്ഥാനത്ത് ഞങ്ങൾ എത്തും. പ്രശ്നമേറുമ്പോൾ പിശാചിൻ്റെ വാക്കല്ല കേൾക്കുവാനുള്ളത്. യേശുവിങ്കിലേക്ക് നോക്ക്, യേശുവിനെ ചേർത്ത് പിടിക്ക്. പ്രശ്നത്തെ അമർത്തി വിടുതൽ അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഒരുക്കും. അപ്പോൾ എങ്ങനെ അറിയുവാൻ കഴിയും? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ടോ ഇല്ലയോ? പ്രശ്നമുണ്ടെങ്കിൽ വിടുതലുണ്ട്. പിശാച് ഭയപ്പെടുന്നുണ്ട്. എന്തിനാണ് പിശാച് ഭയപ്പെടുന്നത്? നിങ്ങളുടെ വിടുതലിനെ തന്നെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. പ്രശ്നം കണ്ട് ഭയന്ന് പിന്മാറരുത്. ഇതുവരെയും പ്രയറുകൾ ക്രമീകരിച്ചിട്ടില്ലാത്തവർ സ്പോൺസർ പ്രയറുകൾ ക്രമീകരിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാൻ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഈ ദിവസങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വലിയ സാക്ഷ്യങ്ങളിലൊന്നായി നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. മടിക്കേണ്ട, കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഏത് വിഷയത്തിനും പരിഹാരം വരുത്തുവാൻ ഞങ്ങളുടെ കർത്താവിന് സാധിക്കും. അവൻ മറുപടിയുമായി വരും, നിങ്ങളെ വിടുവിക്കും.
അതുപോലെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. എന്നാൽ കണ്ണടച്ചോ, ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ഈ പകലിലും ഞങ്ങൾ അങ്ങേക്കൊപ്പമായിരിക്കുന്നു. അപ്പാ, പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും ശക്തി വിടുതലായി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ശത്രു ഉയർത്തുന്ന വെല്ലുവിളികൾ തകർക്കപ്പെടട്ടെ. തൊഴിലിടത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ. ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. ജോലിസ്ഥലം അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് എല്ലാ തടസ്സങ്ങളും മാറട്ടെ. തൊഴിൽ മേഖലയ്ക്ക് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ ജോലിക്ക് പ്രവേശിക്കട്ടെ. വിദേശങ്ങളിൽ സ്തോത്രം, വിസിറ്റിംഗ് വിസയിൽ പോയി ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് ജോലികൾ കിട്ടട്ടെ. യെസ്, വർക്ക് പെർമിറ്റുകൾ കിട്ടട്ടെ. ജോലി സംബന്ധമായ സകല വെല്ലുവിളികൾ മാറട്ടെ. വിദേശത്തും സ്വദേശത്തും ബിസിനസ് ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്പോൺസർമാരുണ്ടാകട്ടെ, സഹായികൾ ഉണ്ടാകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ചില സഹായികൾ ഉണ്ടാകട്ടെ. വിദേശങ്ങളിൽ ജോലിക്കായി കടന്നുപോയി രോഗികളായി ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. ജോലി ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. ജോലി ചെയ്ത് ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ കഴിയട്ടെ. എല്ലാ കടഭാരവും മാറട്ടെ. ബാധ്യതകൾ മാറട്ടെ. പ്രാർത്ഥിക്കും. വലിയൊരു എമൗണ്ട് വേഗത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. കർത്താവ് കരങ്ങളിൽ തരിക. യാസ്, അതിനൊക്കെയുള്ള വഴികൾ തുറക്കപ്പെടുക. ആ വസ്തു കച്ചവടം നടക്കുക. മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക. തടഞ്ഞു വയ്ക്കപ്പെട്ട നിന്റെ നന്മകൾ നിന്റെ കരങ്ങളിലേക്ക് വരിക. ലഭിക്കേണ്ട അവകാശങ്ങൾ വരിക. യാസ്, നിന്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിക്കുക സഹോദരി, ആയിരിക്കുന്ന സ്ഥാനത്ത് അവൻ അനുഗ്രഹിക്കപ്പെടുക. യാസ് സഹോദരി, പ്രാർത്ഥിക്കുക. നിന്റെ തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടുക. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുക. ആ സംശയരോഗം മാറുക. യാസ്, കുടുംബത്തിനകത്ത് കലഹവും ശുദ്രതയും ഉണ്ടാക്കുന്ന സംശയരോഗം മാറുക. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചോട്ടെ. വിടുതൽ സംഭവിക്കുക. ആമേൻ, 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 ആമേൻ. തലമുറകൾ വിടുവിക്കപ്പെടുക. ഭാവിക്ക് മേലുള്ള തടസ്സം മാറുക. വിവാഹം നടക്കുക. പ്രാർത്ഥിക്കുക. ഉദരഫലങ്ങൾ ജനിക്കുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ റിസൾട്ടുകൾ ഉണ്ടാക്കുക. അഡ്മിഷനുകൾ ലഭിക്കുക. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകുക. പുതിയ രാജ്യത്ത് പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകുക. യാസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയുക. താങ്ക് ഗോഡ്. വാഹനങ്ങൾ വാങ്ങുക. വസ്തുക്കൾ വാങ്ങുക. എല്ലാ ഇല്ലായ്മകളും മാറുക. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക. രാജ്യങ്ങളുടെ വാതിലുകൾ ശുശ്രൂഷകന്മാർക്ക് മുമ്പിൽ തുറക്കപ്പെടുക. യാസ്, യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് കടന്നു വന്ന കാറ്റുയർത്തിയ തിരമാലയും ശ്വാസിച്ച് ഇവരെ അങ്ങ് എത്തേണ്ട സ്ഥാനത്ത് ഇവർ പ്രതീക്ഷിക്കുന്ന വിടുതലിലേക്ക് അങ്ങ് എത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.